ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മളുടെ ഡ്യൂട്ടി ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് നമ്മൾ എല്ലാ വീട്ടിലും പോകും. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഈ വരുന്ന 24-ാം തീയതി എന്താണ് ഗൈസ് നമ്മുടെ ക്യൂട്ട് ബേബിന്റെ ബർത്ത്ഡേ ആണ്. സോ കുറെ സ്പെഷ്യൽ സാധനങ്ങൾ ചെയ്യണം. വെരി സ്പെഷ്യൽ. അപ്പൊ കുറെ പേര് പറഞ്ഞു നമ്മളെ ലാസ്റ്റിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് കാലം മുമ്പ് നമ്മളുടെ ലാസ്റ്റ് നമ്മളെ സ്വന്തം ക്യാറ്റ് ആയിരുന്നു, അത് ഒളിച്ചോടി പോയി. ഗൈസ് കുഞ്ഞുമോൾ, ഹൗ യു ഫീൽ? ഹൊറിബിൾ. ഡ്യൂട്ടി ഭയങ്കര കലിപ്പിലാണ്, അത് ഒളിച്ചോടി പോയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസം നമ്മളെ ലാസ്റ്റ് സ്വർഗത്തിലുള്ള പോലെ ഞാൻ പറയട്ടെ, ലാസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നു പോയത് ഉമ്മ വീഡിയോ എടുത്തിരുന്നു. സോ ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നു. അപ്പൊ ഞങ്ങളെ കമന്റ്സിൽ കുറെ വന്നിരുന്നു അതിനെ കെണി വെച്ച് പിടിക്കാൻ. അപ്പൊ അതിനുള്ള ഒരു ഐഡിയ നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ബലി കൊടുക്കട്ടെ. അപ്പൊ കെണി ഉണ്ടാക്കി നമ്മളെ ലാസ്റ്റിനെ വെച്ച് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളുടെ ക്രിസ്മസ് ട്രീ, അതിന്റെ ബാക്കിൽ ട്രീ ഉണ്ട്, അതെടുത്ത് മാറ്റി എല്ലാം മാറ്റി. ഇതൊക്കെ നമ്മളെ ട്രീ ഇതാക്കണ വൈറ്റ് ആണ്. നമ്മളെ ട്രീ സ്നോയില് വന്ന ട്രീ ആണ്. പൊന്നെ, നീ എന്താ വാ തുറക്കണം? ഒന്ന് തിന്നാനും രണ്ടാമത് ചളി പറയാനാണോ കുഞ്ഞുമോളെ? കുരുപ്പ്. ഇത് നമുക്ക് കളർ അടിക്കാം. ഞാൻ ഇതാക്കണ ഇവിടെ 1-2 സ്പ്രേ പെയിന്റുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ബ്ലൂ ആക്കണോ കുഞ്ഞോ അതോ പച്ച ആക്കണോ? പച്ചല്ല നമ്മള് ക്രിസ്മസ് ട്രീ ആണോ? നിന്റെ കളിക്കില്ല നമ്മ പച്ച മതി അവിടെ കൊണ്ടുവച്ചു. ഞാനപ്പോ പെട്ടെന്ന് ട്രീ ഇതാക്കണ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ വരുന്നുണ്ട്. നീ എന്താ അതൊന്നും വേണ്ട? അയ്യോ കുഞ്ഞു അതൊന്നും വേണ്ട. കുഞ്ഞിനെ വിശ്വസിച്ചാൻ കൊടുത്ത് തമാശ ശരി അടിക്കി നല്ലോണം കൊലിക്കിട്ടുണ്ട്. ഞാൻ അടിച്ച് കാണിച്ചു തരണോ കുഞ്ഞോ? എന്താ എന്റെ അഭിപ്രായം? നോക്കി അടിക്കട്ടെ, അല്ല മോന്തമല കഴിക്കും വരിക. താഴത്തുനിന്ന് മുകളിലേക്ക് അടിച്ചാക്കി കുറച്ചുകൂടി ബെറ്റർ. അങ്ങനല്ല, ഇങ്ങനെ എക്സാക്ട്ലി. ഇത് അടിച്ചു വരുമ്പോ ഇങ്ങനത്തെ കളറായി വരും. നോക്ക കളർ എന്താ നമുക്ക് നോക്കാം. അടിച്ചോ ദൂരത്തുനിന്ന്. അല്ല വേണ്ട, ഞാൻ അടിക്കും. ഉള്ളത് കൊളാക്കും. സ്പീഡിൽ അടിക്കേ. എന്തടി കുഞ്ഞോ, എന്താ നീ ചെയ്യുന്നത്? യെസ്. Oh yeah, that was I'm talking about. കുലുക്കി അടിക്കും. അതൊരു സ്മൂത്തിൽ അടിക്കടി. ഇങ്ങോട്ട് കൊണ്ടോ? ഇല്ല കുഞ്ഞോട് ഞാൻ അടിച്ച് കുരുപ്പ്. അങ്ങനല്ല, തീർന്നു പോകും കുഞ്ഞോള. അങ്ങനല്ല, പട്ടിക്കാട്ടൻ സാധനം. അത് പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ പിന്നെയും കുഴപ്പമില്ല. ഇത് മൊത്തം അടിക്കണം. ചുറ്റും അടിച്ചോ. കണ്ടുപഠിച്ചോ. ഓക്കെ, ഷേക്ക് ചെയ്യാം. ഇത് പിന്നെ പണ്ട് എനിക്കുള്ള ജോലി അങ്ങനെ അടിക്കാം. കണ്ടില്ലേ? അല്ലാണ്ട് ഒരുമാതിരി ഊള പെയിന്റ് അല്ല ചെയ്യുന്നത്. ഇതിപ്പോ ഡ്യൂട്ടി അവിടെ സ്പ്രേ പെയിന്റ് അടിക്കാൻ ലാസ്റ്റ് അതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചത്. സോ നമ്മൾ ഒളിച്ചോടി പോയ നമ്മളെ ലാസ്റ്റ് കുട്ടനെ വീണ്ടും തിരിച്ചു പിടിക്കും. ഈ പ്രദേശത്ത് എവിടോ ഉണ്ട്, അതിനെവിടോ ഉണ്ട്. സോ നമ്മൾ അതിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് വെച്ചിട്ടാണ് പിടിക്കുന്നത്. സോ യൂസിങ് ദിസ് ബോക്സ്. കുഞ്ഞോ, എന്റെ ഇതെന്താ നമ്മൾ വെക്കണ കെണിയിൽ ലാസ്റ്റ് വിൽക്കുവോ? എന്റെ അഭിപ്രായം എന്താ? ലാസ്റ്റ് മീനൊന്നും അത്ര ഇഷ്ടമുണ്ടോ എനിക്ക് തോന്നിയില്ല. അതിന് കോഴിമുട്ട ഇഷ്ടമാണ്. കോഴിമുട്ട? പിന്നെ ഇവിടെ കാറ്റ് ഫുഡ് ഉണ്ട്. കാറ്റ് ഫുഡ് പൊട്ടിക്കാതെ മണ്ണുണ്ട്. കാറ്റ് ഫുഡ്. ഓ, അതെടുക്കുന്ന അതും ഫിഷും വെക്കാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുറത്തു പോയപ്പോ കരിക്ക് കൊണ്ടുവന്നിരുന്നു. 15 കരിക്ക് വാങ്ങി കഴിച്ചാണ്. പൊട്ടിച്ചോ ധൈര്യമായിട്ട് പൊട്ടിച്ചോ. കുറച്ച് ജാട ഇറക്കുന്ന കേസ്. ഇവൾക്ക് ഭയങ്കര നോക്കണം കൈനോട് ആദ്യം ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടോ. മുട്ടയൊക്കെ നോക്കിട്ടാണ് കുഞ്ഞ് പൊട്ടിക്കണേ. ക്യാമറ മാറ്റിക്ക് കേട്ടോ. നേരത്തെ തൊള്ളറിക്കുന്നല്ലോ ഒറ്റയടിക്ക് പോകുന്നു. തേങ്ങ പോകുന്നു. അപ്പൊ ഒന്ന് വീഡിയോ എടുത്തൂടെ ഇരുന്നു. എന്നിട്ടൊക്കെ തേങ്ങയിൽ ഉള്ളിൽ തിളന്ന് ഇങ്ങനെ ഇരുന്നു പൊട്ടാതെ. എന്തൊരു പൊട്ടാ കുഞ്ഞോളെ. ഞാനിപ്പോഴാ പറയണേ. ഞാനാക്കാം. ഞാൻ പൊട്ടി നോക്ക്. ഞാൻ പൊട്ടിച്ചു ഗൈസ്. കണ്ട 1/2 മണിക്കൂർ ഗൈസ്. 1/2 മണിക്കൂർ ഇത് ഉണ്ടാക്കട്ടെ. ഓ തമ്പുരാട്ടി, ഇത് മൊത്തം ഫുള്ളായി. ഇമ്മ വീട്ടിൽ, അതുകൊണ്ട് നമ്മക്ക് വന്നിട്ട് കറി വെക്കാൻ വെച്ച അയലുണ്ട്. സോ ഈ അയലാണ് നമ്മൾ നമ്മളുടെ ലാസിക്ക് എന്താക്കുന്നത്, കെണിക്ക് വെക്കുന്നത്. ലാസിനെ ട്രാപ്പ് ആക്കാൻ വെക്കുന്നത്. സോ സോപ്പിട്ട് കഴിക്കുന്നതിന്റെ സ്മെല്ല് പോലെ. പിന്നെ എന്തിനാ ഞാൻ ഇത് വെക്കുന്നത്? നീ പൊട്ടത്തിയാണോ അതുപോലെ അഭിനയിക്കാണോ?
My God. ഈ ചത്ത് കിടക്കുന്ന ചാള അയലല്ലേ, അയലന്റെ അത്ര ബുദ്ധി പോലും നമ്മളെ ജീവനുള്ള ഡ്യൂട്ടിക്കില്ല. എത്ര ബുദ്ധിയുണ്ട്, കണ്ണ് മാത്രം ബുദ്ധി. ഓക്കെ, നമുക്ക് ചെറിയൊരു വടി വേണം. വടി വാങ്ങാനല്ല, തൽക്കാലം ഇവിടുന്ന് നല്ല ഉറപ്പുള്ളൊന്ന് പൊട്ടിച്ചോ. കാരണം നമുക്കതിങ്ങനെ വെക്കണം. പൂച്ച വരുമ്പം ആ ഫിഷ് തിന്നുമ്പം പൂച്ച വിൽക്കണം, അല്ല പൂച്ച അതിൽ കുടുങ്ങണം. മനസ്സിലായില്ല? കയറ് കെട്ടാം, ഒരു സേഫ്റ്റി കയറും കെട്ടാം. ഓക്കെ, ഇത് ചെയ്തിട്ടില്ല കുഞ്ഞാളെ. നമുക്ക് വേണമെങ്കിൽ ഈ ബോക്സ് ഒന്ന് പെയിന്റ് അടിക്കാം. എന്തേ സ്മെല്ല് പറ്റിട്ട് വന്നില്ലെങ്കിലോ? അത് കുഴപ്പമില്ല, പെയിന്റിന്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് കൊടുത്ത് നിന്നോട്ടെ. നീ പെട്ടെന്ന് റെഡിയാക്കി സെറ്റാക്കി സോ ഡ്യൂട്ടിയാണ് ഈ സാധനം റെഡി. കുഞ്ഞോ വേണ്ട, ഞാൻ ആക്കിക്കോളാം. നിനക്ക് അതിനുള്ള വിവരവും വിദ്യാഭ്യാസം. കോല അങ്ങനെ നിക്കൂലല്ലോ. കോല് ചെറുതാക്കണല്ലോ. ഇത്രയും വലിയ കോലോ എന്താ ഇത്? ഫിഷ് കാണത്തില്ല, പിന്നെ ഫിഷ് മണത്ത് മനസ്സിലാവൂലേ പൂച്ചകൾക്ക്? പൂച്ച ബാക്കിയുള്ള കാടപ്പൂച്ചകളൊന്നും ഇനി വരാൻ മതി. എന്താ എനിക്ക് എന്തെങ്കിലും കിട്ടിയാ മതി വളർത്താൻ. പൂച്ചക്ക് കെണി വെക്കണം നമ്മൾ തന്നെ ആയിരിക്കും. പൂച്ചക്ക് വേറെ ആരും കെണിയിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. സോ നമുക്ക് നോക്കാം. വടി പ്രൊഫഷണൽ ആയാലും ഞങ്ങളെ സെറ്റായല്ലോ. പൊട്ടിച്ച് വടി ഉണ്ടാവാക്കോ. കറക്റ്റ് അത് കുത്താൻ നിർത്തി. അങ്ങനെയാലും മതി. സെറ്റില്ലേ? ഓക്കേ, പെർഫെക്റ്റ്. നമ്മള് ഫിഷ് ഇവിടെ നല്ല കുട്ടപ്പനെ അതുള്ളോട്ട് വേണം. പൂച്ച വിൽക്കണം, പൂച്ചയിൽ കുടുങ്ങണം. കുഞ്ഞുമോളെ ഇത്ര കുഞ്ഞോളെ ലാസ്റ്റ് വലുതായില്ലായിരുന്നോ? ഇതിൽ കുടുങ്ങോ? നമ്മളടുത്ത് പോകുമ്പോ ചെറിയ കാറ്റായിരുന്നു, ഇപ്പൊ വലുതായി വലിയൊരു സാധനം ആയിട്ടുണ്ട്. നമ്മൾ നോക്കാം. ഏതായാലും കയറ് കെട്ട്, കയറ് കയ്യൂല മോളെ. നല്ല ഓട്ടാണ്. ചെറിയ ഡൗട്ട് കേസ് ഡ്യൂട്ടി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. മീനിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂച്ച എടുത്തുകൊണ്ട് റാഞ്ചി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ ഞങ്ങള് വെക്കുന്ന പ്ലേറ്റ് നിലത്തൊട്ടിക്കും. അതിനുശേഷം മീൻ ആ പ്ലേറ്റിന് മുകളിലൊട്ടിക്കും. സോ അതിന് ഫെവിക്കോൾ ഉണ്ട്, ഫെവിക്കുക്ക് ഉണ്ട് കേസ്, ക്യുക്കുണ്ട് കേസ്. രണ്ടിട്ട് ഒട്ടിക്കും. പൂച്ച നമ്മൾ പറ്റിക്കും. അപ്പൊ നമ്മൾ ഡ്യൂട്ടി ഇതാക്കണം. ആ വടി കെട്ടണം. വടിയേക്കാൾ കട്ടിയുള്ള കയറുമായി വന്നിന്. എടി നായിന്റെ മോന്തള്ളോളെ, നിന്നോട് ചെറിയ കയറെടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. വലിക്കാൻ ഇത്ര വലുത് കണ്ടോന്നാ? ചെറിയ ഇൻവിസിബിളാ വേണ്ടേ? ചെറിയ സാധനം കൊണ്ടുവരും. ഓക്കെ, ഇതാക്കണ റെഡ് നൂല് കിട്ടുന്ന തീരെ കാണില്ല. നല്ല കളർഫുൾ സാധനം, റെഡ് പൂച്ചകൾക്ക് കാണാൻ. അതൊന്ന് വലിച്ച ഒരു ടെസ്റ്റ് എടുത്ത. ഇപ്പൊ ഇതാക്കണ സപ്പോസ് ഒരു പൂച്ച വരുന്നേ, പൂച്ച കടിക്കുന്നേ. കിട്ടിയാ ഓക്കെ. ആ സംഭവം ഓക്കെ. അപ്പൊ പൂച്ച പെടയും. അപ്പൊ നീ പോയി പൂച്ചനെ പിടിക്കണം. ഞാൻ പിടിക്കാനെ എന്നാ മതി. ചെണി നിനക്കാവാതിരുന്നാ മതി. ഇവിടെ മാത്രമല്ല, ഇതിപ്പം ജസ്റ്റ് ഞങ്ങൾ വെയിലില്ലാത്തോടത്തും വീഡിയോ ചെയ്യേണ്ടി വെച്ചതാണ്. നമ്മൾ ഇവിടെ വെക്കും, അപ്പുറത്ത് വെക്കുന്നുണ്ട്. കയറിന് ലെങ്ത് കൂട്ടും. എന്നിട്ട് ഞങ്ങൾ ലിവിംഗ് റൂമിലാക്കി ഇരിക്കല്ലേ കുഞ്ഞോളെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് വെക്കുമ്പോൾ അത് വരുമ്പോൾ ഞങ്ങൾ വിളിക്കല്ല. ഫുൾ ടൈം ഇപ്പൊ നോക്കി നിൽക്കാൻ കഴിയത്തില്ല. സോ കുഞ്ഞു ഒന്ന് ടെസ്റ്റ്. റെഡി 1 2 3. ഫിഷ് വരുന്നല്ല, മീൻ വരുന്ന, കാറ്റ് വരുന്നേ. അപ്പൊ ഇതാക്കണ ഫൈനൽ ലുക്ക് ഇതാട്ടോ കുഞ്ഞു. നമ്മൾ ലൈറ്റ് ഇടാം. ഓക്കെ, ഒരു ബോട്ടിൽ സ്പ്രേ പെയിന്റ് കൂടി ഉണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് കണ്ടില്ല. ഈ സൈഡും കൂടി ഒന്ന് ബോളും കാര്യങ്ങളും അത് നമ്മള് നാളത്തെ വീഡിയോയിലൊക്കെ കാണിക്കാം. ഫുൾ ഡേക്കോർ ചെയ്യാം. പിന്നെ ലൈറ്റ് ഉണ്ട് ഇവിടെ ഇവിടെ ഒക്കെ തൂക്കിയിട്ടാണല്ലോ കുഞ്ഞോ. എക്സ്ട്രാ കുറെ ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ തൂക്കിയിട്ടിട്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം സെറ്റ് ആക്കല്ലോ കുഞ്ഞോ. നമുക്ക് ഇതാക്കണം. ഇത് സെന്ററിലേക്ക് വെച്ചിട്ട് ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് ഏതിനും സ്ഥലമാണല്ലോ. അപ്പൊ ഈ ഒരു സ്ഥലം മൊത്തം നമ്മളുടെ ക്രിസ്മസിന്റെ ബന്ധപ്പെട്ട് ഫുൾ സെറ്റ് ആക്കാനാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ് സ്ഥലം. സീ സൂൺ ഗൈസ്. അപ്പൊ ഇതാക്കണ ഞങ്ങളെല്ലാം സെറ്റ് ആക്കി. ഇനി പൂച്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ല, നമ്മള് കുറച്ച് അങ്ങോട്ട് വെക്കും. അതാ ഡ്യൂട്ടി ഓൾറെഡി കുറച്ച് അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്ത്. സോ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടം ഇതിന്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയും ഞങ്ങളെ. ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോയിൽ എന്താണ് സംഭവിക്കുന്നത്, പൂച്ച വരുന്നുണ്ടോ അല്ലെ വേറെ വെള്ളപ്പൂച്ച അതിനെ പിടിക്കുന്നുണ്ടോ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും വെക്കൂലേ? കാരണം ഇവിടെ പൂച്ചയുടെ ഏരിയ ആണ്. അതെ, എന്തായാലും വരും. സോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ബൈ.